വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. തെക്കൻ കേരളത്തിലെ പുരാതനവും പ്രധാനപ്പെട്ടതുമായ ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. കേരളത്തിലെ പ്രകൃതിദത്തമായ ഏക ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് കൊല്ലം നഗരത്തിൽ നിന്നും 28 കിലോമീറ്റർ ദൂരമാണുള്ളത്. കരുനാഗപ്പള്ളിയാണ് ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിനടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ 5 പുരാതന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശബരിമല, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നിവിടങ്ങളിലാണ് മറ്റ് 4 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ശാസ്താക്ഷേത്ര സങ്കല്പം ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളുടെ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും പരിസരങ്ങളിലുമായി വാനര സമൂഹത്തെയാണ് ഇവിടെ എത്തുന്ന ഭക്തന് ആദ്യം കാണാൻ കഴിയുക. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൂടെ ഇവിടെ എത്തിയതാണ് ഈ വാനരന്മാർ എന്നാണ് വിശ്വാസം. രാവണയുദ്ധാനന്തരം ശ്രീരാമനും സീതയും പരിവാരസമേതം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ശാസ്താവിന്റെ അതിഥിയായി ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഇവിടുത്തെ തീർത്ഥത്തിൽ പിതൃതർപ്പണം നടത്തിയിരുന്നുവെന്നും കൂടെയുണ്ടായിരുന്ന വാനരന്മാരായ ചിലരെ ശാസ്താവിന് കാവൽക്കാരായി നിയോഗിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഏതാണ്ട് 1000 വർഷം പഴക്കം കൽപ്പിക്കപ്പെടുന്ന ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ഭാര്യയായ പ്രഭാദേവിയെയും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീധർമ്മശാസ്താവാണ് മുഖ്യപ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായിരുന്ന ശ്രീധർമ്മശാസ്താവ് ദർശനമരുളുന്ന ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു ചുറ്റും കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങൾ ദർശിക്കുവാൻ കഴിയും. മണ്ഡപത്തിൽ രാമായണ കഥയുടെ ചിത്രീകരണത്തിനൊപ്പം സോപാനപ്പടികളിലും തെക്കേ കൈവരിയുടെ താഴെയും മനോഹര ശില്പങ്ങളും കാണാവുന്നതാണ്. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ത്രേതായുഗത്തിനപ്പുറത്തേക്ക് നീളുന്ന ഐതിഹ്യമാണ് പ്രചാരത്തിലുള്ളത്. ശ്രീരാമൻ തന്റെ പത്നിയായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടി രാവണ നിഗ്രഹശേഷം ഈ വഴി വന്നുവെന്നും തദവസരത്തിൽ ശ്രീധർമ്മശാസ്താവിനെ കണ്ടു വണങ്ങി എന്നുമാണ് ഐതിഹ്യം.
ശാസ്താംകോട്ട എന്ന സ്ഥലനാമം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാമായണ കാലത്ത് ഇവിടെ എത്തിയ ശ്രീരാമൻ ശാസ്താംകോട്ട തടാക തീരത്ത് പിതൃതർപ്പണം അർപ്പിച്ചു. തുടർന്ന് ശ്രീരാമൻ തന്റെ വാനരസേനയുടെ വാസ്തുശില്പിയായ നീലനെ തന്റെ ആതിഥേയരെ സേവിക്കാൻ നിയോഗിച്ചു. ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന വാനരവംശത്തിന്റെ മുൻഗാമിയാണ് നീലൻ എന്നാണ് വിശ്വാസം. നിത്യേന 3 പൂജകൾ നടന്നുവരുന്ന ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 5 മണി മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. അടയാണ് ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ വിശേഷാൽ വഴിപാട്. കൂടാതെ ഇടിച്ചു പിഴിഞ്ഞ പായസം, അരവണ, കദളിപ്പഴം തുടങ്ങിയവയും ശാസ്താവിനുള്ള മറ്റ് വഴിപാടുകളാണ്. ഒപ്പം ശിവന് ജലധാരയും ഗണപതിക്ക് ഒറ്റയപ്പവും ഇവിടെ നടത്തിവരുന്നു. കുംഭത്തിലെ ഉത്രനാൾ ആറാട്ട് വരത്തക്ക വിധം 10 ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവാഘോഷവേള. വാർഷികോത്സവത്തെ കൂടാതെ ശിവപ്രതിഷ്ഠാ വാർഷികം, തിരുവോണം, നവരാത്രി, മണ്ഡലകാല മഹോത്സവം, മകരസംക്രമ പൂജ, ശിവരാത്രി, പൈങ്കുനി ഉത്രം, 10-ാം ഉദയം എന്നിവയും ക്ഷേത്രത്തിലെ വിശേഷാവസരങ്ങളാണ്. മുഖ്യദേവനായ ശ്രീധർമ്മശാസ്താവിന് പുറമെ ഗണപതി, ശിവൻ, നാഗയക്ഷി, നാഗരാജാവ്, യോഗീശ്വരൻ, രക്ഷസ്, മാടൻ എന്നിവർ ഉപദേവന്മാരായും ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഇവിടെയെത്തി ദർശന സായുജ്യമടയാൻ വരുന്ന ഭക്തലക്ഷങ്ങൾക്ക് ആശ്വാസമേകി പരിലസിക്കുകയാണ് ശ്രീ ധർമ്മശാസ്താവ് ശാസ്താംകോട്ടയിൽ. ആനയടി നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തുള്ള ഒരു പ്രധാന ക്ഷേത്രം.